Ladies and gentlemen, boys and girls, പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീണ്ടും ഒരു ചെറിയ യാത്ര പോവാണ്. ഞാനിപ്പോൾ ചെറിയ യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകണം, അങ്ങാടിപ്പുറത്തുനിന്ന്. ഇതാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ റീഡെവലപ്മെൻറ്റ് വർക്കുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. മുഴുവനായിട്ടില്ല, കുറേയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടുന്ന് നമ്മൾ പാലക്കാട് പാസഞ്ചറിന് കയറി പാലക്കാട് പോയിട്ട് പാലക്കാട് പാസഞ്ചർ കയറി ഷൊർണൂർ പോയിട്ട് അവിടുന്ന് നമ്മുടെ എറണാകുളം ഇൻ്റർസിറ്റിക്ക്, കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിക്ക് കയറി എറണാകുളത്തേക്ക് പോവാണ്. സെക്കൻഡ് ക്ലാസ് ചെയർക്കാറിന് ടിക്കറ്റ് ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയില്ല കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുവഴി വണ്ടികൾക്ക് കയറി വരാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വണ്ടിക്കാരൊന്നും അതുവഴി കയറി വരാറില്ലെന്ന് മാത്രം. അങ്ങനെ വണ്ടിക്ക് കയറി വന്ന് ഇങ്ങനെ കറങ്ങി ഈ പോർച്ചിലേക്ക് വന്ന് കയറാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. വണ്ടിക്കാരൊന്നും പക്ഷേ അത് ഉപയോഗിക്കാറില്ല. ഇവിടെ തന്നെ ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. നേരെ മുന്നിൽ തന്നെ ഈ വെയിറ്റിങ്ങിൽ ഓട്ടോ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. 3 ഓട്ടോസിന് ഇവിടെയും ബാക്കി പുറകിലായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ സ്റ്റേഷൻ ഉള്ളിൽ കയറാം. ഇന്ന് സെക്കൻഡ് സൈഡേക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച ഉണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ സമയം ഇപ്പോൾ 4:56, 5:06 നമ്മൾ ട്രെയിൻ ഇവിടെ വരുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. കുറച്ച് ബാക്കിലോട്ട് കയറി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ്. നമുക്ക് സീറ്റൊന്നും വേണ്ട, പക്ഷേ നിൽക്കാനുള്ള സ്ഥലം വേണം, വാതിൽ വേണം. കുറച്ച് ബാക്കിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിന് 5:05 എത്തി. 5:06 ഇവിടുത്തെ ടൈം. 1 മണിക്കൂർ ഹെഡ് ഓഫ് ഷെഡ്യൂൾ, 1 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂൾ കയറി വന്നു. ലാലാഗുഡ ഷെഡിൻ്റെ 31153 വാഗണായിന്നാണ് ലോക്കോ. നല്ല തിരക്കുണ്ട് സ്റ്റേഷനിൽ, അതുകൊണ്ട് പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങാടിപ്പുറത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. സീറ്റൊക്കെ കിട്ടിയായിരുന്നു. വിൻഡോ സീറ്റല്ല, അകത്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ അതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാൻ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം കിടക്കാൻ പോവാം. അപ്പോൾ അതായിരുന്നു തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം. ഈ കാണുന്ന കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷൻ വർക്കാണ്. ഇവിടെ റീറ്റെയിനിങ് വാളിൻ്റെയൊക്കെ വർക്ക് കാണുന്നു. ഈ കാണുന്ന ലാൻഡ് ലെവലിങ് മിക്കവാറും അഡീഷണൽ ഇതിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ലൂപ്പ് ലൈനിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ലൂപ്പ് ലൈൻ വരുന്ന സമയത്ത് ഈ ഒരു ബിൽഡിംഗ് പൊളിക്കേണ്ടി വരും അവർക്ക്. അതുകൊണ്ട് ഇവിടെ പോർട്ടൽ ടൈപ്പ് OH ഒക്കെ വന്നു. അപ്പോൾ കിണർ രക്ഷപ്പെട്ടു. പോർട്ടൽ ടൈപ്പ് OH വന്നു. അപ്പോൾ പോർട്ടലിൻ്റെ ഉള്ളിൽ നിൽക്കും നമ്മുടെ റെയിൽവേ ലൈന്. ആ പോർട്ടൽ വരെ ഏകദേശം പ്ലാറ്റ്ഫോമും വരും. ഇവിടുത്തെ ബോർഡുണ്ട്, സ്റ്റാർട്ട് ഓഫ് ഗ്രേഡിയൻ മെയിൻറ്റെയിൻ സ്പീഡ്. എന്തോ വള്ളി പിടിച്ചിട്ടുണ്ട്. ഗാർഡ് പുറകിൽ ആരെയോ നോക്കി വിസിലടിക്കണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കൂടെ ഒന്ന് കണ്ടേക്കാം. ഈ സൈഡിലാണ് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് വരുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും മറ്റും സിഗ്നൽ റൂമും ഒക്കെ ഇവിടെ വരും. ഈ കാണുന്നതാണ് ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, സിഗ്നൽ റൂമൊക്കെ ആവേണ്ടത്. സ്ട്രക്ചർ പണിത് കഴിഞ്ഞവർ അത്യാവശ്യം സ്പീഡിൽ പണി നടക്കുന്നുണ്ട്. കാര്യം മാർച്ച് 2026 ഇത് കമ്മീഷൻ ചെയ്യുന്ന പറയുന്നത്. അതായത് ഇവിടെ ടിക്കറ്റ് ഓഫീസൊക്കെ ആയിരിക്കും. സ്ട്രക്ചർ ഉണ്ട്, പോകുന്നുണ്ട്, വെയിറ്റിംഗ് ഹാളൊക്കെ പോകുന്നുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള ഓഫീസ്.
ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് വർക്കൊന്നും നടന്നിട്ടില്ല. ജസ്റ്റ് റീറ്റൈനിങ് വാളിൻ്റെ വർക്കും അതുപോലെ ഇപ്പോഴത്തെ മറ്റേ സ്യൂവേജ് ഡ്രെയിനേജിൻ്റെ ഒക്കെ വർക്ക് ലെവലിംഗ് ഒക്കെ നടന്നുള്ളൂ. ട്രാക്കിനുള്ള കോൺട്രാക്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ട്രാക്കിൽ ചെയ്യാൻ അടുത്ത ടീമിന് വരാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുലുക്കല്ലൂർ കഴിഞ്ഞു. ഇനി വല്ലപ്പുഴ വാടാനം കുറിച്ച് അത് കഴിഞ്ഞാൽ ഷൊർണൂർ. അപ്പോൾ അങ്ങനെ വാടാനം കുറിച്ച് കഴിഞ്ഞു. പണിതിട്ടും പണിതീരാത്ത ആ റെയിൽവേ മേൽപ്പാലാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ അധികം താമസിച്ചാൽ ഷൊർണൂരിലേക്ക് കയറും. വന്ദേ ഭാരതോട്ടൊരു പാരലൽ എൻട്രി ഉണ്ടാവും എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചാൽ, പക്ഷേ ഇല്ല. വന്ദേ ഭാരത് ഷൊർണൂർ എത്തിക്കഴിഞ്ഞു. വിൻ്റർ മാസങ്ങളാവാറായതുകൊണ്ട് വെയിലൊക്കെ വേഗം അസ്തമിച്ചു തുടങ്ങി. നമ്മുടെ എറണാകുളം യാത്രയിൽ ഒരുപാടൊന്നും കാണിക്കാൻ പറ്റില്ല. അതാ നമ്മുടെ മെയിൻ ലൈൻ. ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ലൈൻ ബ്ലോക്ക്, കോറിഡോർ ബ്ലോക്കിൻ്റെ സമയമാണ്. അപ്പോൾ മറ്റേ OHC ഇൻസ്പെക്ഷൻ വാൻ ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇവിടെ എന്തെങ്കിലും പണിയായിരിക്കും. മിക്കവാറും ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള ഉദ്ദേശമായിരിക്കും. നമ്മളിതങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. വന്ദേ ഭാരത് വരെയും പോവുക ചെയ്ത് കഴിഞ്ഞു. വന്ദേ ഭാരത് പോയി കഴിഞ്ഞു ഓൾറെഡി. പിന്നെ നമുക്ക് വന്ദേ ഭാരത് കാണാനുള്ള യോഗമില്ല. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 പോകുന്നത്. കാരണം നമ്മൾ ഷൊർണൂരിലെ ഇപ്പുറത്തെ ഈ ക്യാബിൻ്റെയും ബാക്കി കൂടെ പോകുന്ന സ്ഥിതിക്ക് 1 ലൈനാണ്. മറ്റേ ടവർ വാഗൺ നമ്മുടെ കൂടെ ഷണ്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പുറത്തെ കൂടെ. ഇത് അങ്ങേറ്റത്ത് കിടക്കുന്ന 2274 വൈകുന്നേരം 6:05 പോകുന്ന പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ. ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ എന്താണെന്നറിയില്ല. കുറേ നേരം എനിക്ക് പാലക്കാട് എന്ന വായിൽ വരുന്നത്. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 പ്രവേശിക്കുകയാണ്. നമുക്കെന്നാൽ പതുക്കെ ഫുട് ഓവർ ബ്രിഡ്ജിലോട്ട് കയറി നമ്മുടെ അടുത്ത വണ്ടി വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയേക്കാം. വന്ദേ ഭാരതിൻ്റെ കോച്ച് നമ്പേഴ്സ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4 അത് പോയിട്ടുണ്ടാവണം. ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ 18 മണിക്കൂർ പ്ലാറ്റ്ഫോം നമ്പർ 6 സമയത്ത് പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്നും 5:50 പോകും. എറണാകുളം വണ്ടി. നല്ല തിരക്കുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നുണ്ട്. കാര്യം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. പിന്നെ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്. അതുകൊണ്ട് ഇന്ന് നല്ല തിരക്കുണ്ടാകും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ റിസർവ് ചെയ്ത് വെച്ചു. സെക്കൻഡ് ക്ലാസ്സിൽ റിസർവേഷൻ എടുത്ത് വെച്ചു. ആകുമ്പോൾ ഇടിച്ച് കയറി കഷ്ടപ്പെട്ട് പോകണ്ടല്ലോ, നമുക്ക് ഇരിക്കാനൊരു സ്ഥലം ഉണ്ടാവും. ഷൊർണൂരിലെ പഴയ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പൊളിക്കൽ വഴി പണിത് എത്രയും വരെ എത്തി. ഇപ്പോൾ സ്ട്രക്ചർ മാത്രമേ ബാക്കിയുള്ളൂ. താഴോട്ട് സ്റ്റെയർസ് ഒക്കെ പൊളിച്ചു. കാരണം ഇവിടെ സ്റ്റെയർ കേസ് വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്റ്റെയർ കേസ് ഒരു പൊളിച്ചു. എല്ലാ പ്ലാറ്റ്ഫോമിലും പൊളിച്ചു. ഇനി അറ്റം വരെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു ഒരു സ്തൂപം പോലെ ലിഫ്റ്റ് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് ചെന്ന് കയറാനൊന്നുമില്ല. ഈ പാലം പുതുക്കി പണിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ പാലം വരുമെന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ നിലവിൽ നമുക്ക് ഷൊർണൂർ ജംഗ്ഷനിൽ ഒരൊറ്റ പാലമുള്ളൂ. അങ്ങേ അറ്റത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ.
ഈ ഫുട് ഓവർ ബ്രിഡ്ജും കൂടെ ആവശ്യമുണ്ട്. ഇതുവരെ പണിത് കഴിഞ്ഞിട്ടില്ല. പിന്നീട് അപ്പുറത്ത് കൊച്ചുവേളി ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് വരും എന്ന് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. 5 മണിക്ക് വരുന്ന ട്രെയിൻ 15 മിനിറ്റ് ലേറ്റായിട്ട് ഓടുന്ന അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ മണി 5 മണിയും കഴിഞ്ഞിട്ട് 52 മിനിറ്റായി. അപ്പോൾ എത്ര ലേറ്റാണെന്നുള്ള മനസ്സിലാവുന്നില്ല. ആ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 6, 7 AC വെയിറ്റിംഗ് ഹാള്. ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 4, 5 വെയിറ്റിംഗ് ഹാള്. രണ്ടും ഓപ്പണാണ്. 2 30 രൂപയാണ് മണിക്കൂറിന്. ഈ 2 പ്ലാറ്റ്ഫോമുകൾ കൂടാതെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു AC വെയിറ്റിംഗ് ഹാളുണ്ട്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 4, 5 റെയിൽവേ പുതുതായിട്ട് നിർമ്മിച്ചൊരു ഗാർഡനാണ്. കണ്ടോ, മുകളിൽ അവരൊരു ഓപ്പൺ ഷീറ്റ് ഇട്ട് ചെയ്തിട്ടുണ്ട്. അതിന് താഴോട്ട് ചെടികൾ, പഴയ മരങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇത് ട്രിം ചെയ്ത് വെക്കണം. ട്രിം ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കുളവും. നല്ല ഭംഗിയുണ്ട്. ഇത് അതിന് ചുറ്റും ബെഞ്ചും കൂടി പണിയായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാനൊരു സൗകര്യം ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ റെയിൽവേയുടെ ഒരു കോമഡി, റെയിൽവേ പറയുന്നത് കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് കൃത്യസമയമായ 5:50 പ്ലാറ്റ്ഫോം നമ്പർ 5 ഇപ്പോഴത്തെ സമയം കണ്ടോ, 5:55 ഇപ്പോഴും അവർ അതേ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 5 മണിക്ക് എത്തേണ്ട കൊച്ചുവേളി ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയായിട്ട് ഇവിടെ അനൗൺസ് ചെയ്ത്. കൊച്ചുവേളി ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് 5 മണിക്ക് എത്തേണ്ട വണ്ടിയായിരുന്നു. വെറും 15 മിനിറ്റ് ലേറ്റായിട്ട് വരുമെന്ന് പറഞ്ഞ വണ്ടി ഇപ്പോൾ 6:04 അതായത് ജസ്റ്റ് 1 മണിക്കൂർ 4 മിനിറ്റ് ലേറ്റായിട്ട് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് ടൈമാണ്. അപ്പോൾ കോറിഡോർ ബ്ലോക്ക് ടൈമാണ്. അപ്പോൾ ഇന്ന് ബ്ലോക്കിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ടോ, ട്രെയിൻ ഇവിടെ പിടിച്ചിടാൻ സാധ്യതയില്ല. മിക്കവാറും എക്സംഷൻ എല്ലാം കാണുമായിരിക്കും. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാല് കുത്താൻ സ്ഥലമില്ല. നല്ലൊരു സമയം ഇവിടെ ഇറങ്ങാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. സ്ലീപ്പർ ക്ലാസ്സിൽ നല്ല ഇടിയുണ്ട്. അപ്പോൾ അങ്ങനെ കൊച്ചുവേളി ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ്, അതായത് തിരുവനന്തപുരത്ത് നിന്നും കൊങ്കൺ റെയിൽവേ വഴി ഇൻഡോറിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം 7 എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം 5 വരേണ്ടത്. സമയം 6:05. ഇതുവരെ ഇവിടെ കോച്ച് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാനും ഒരു റാൻഡം ഗസ്റ്റിലങ്ങ് നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്. വണ്ടി വന്നിട്ട് മുന്നോട്ടോ പുറകോട്ടൊക്കെ പോകാമെന്ന്. 5:50 കൃത്യസമയത്ത് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി 6:10 പ്ലാറ്റ്ഫോം നമ്പർ 5 കയറി വരുന്നുണ്ട്. കോച്ച് പൊസിഷൻ ഇപ്പോൾ, അതായത് വണ്ടി അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടാണ് ഇവർ കോച്ച് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്തത്. ഞാൻ D1 എൻ്റെ ഭാഗ്യത്തിന് D1 ഇവിടെ തന്നെയാണ്. അല്ലാതെങ്കിൽ ഞാൻ ഇനി കടന്ന് ഓടേണ്ടി വന്നേനെ. ഇവർക്കിത് പണ്ട് ഞാൻ ഷൊർണൂർ ജംഗ്ഷനെ പറ്റി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. കാര്യം സമയത്ത് അപ്ഡേറ്റ് വരുന്നില്ല എന്നും പറഞ്ഞ്. ആ പരാതിക്ക് ഇപ്പോഴും റെയിൽവേ ഒരു മറുപടിയും ആയിട്ടില്ല എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ് കാര്യം. ട്രിപ്പിൾ 273 ആരക്കോണത്തിൻ്റെ ലോക്കമാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ പോസ്റ്റുകളിലെ ആരൊക്കെയോ സൈഡിൽ റെഡ് കളർ ബാൻഡിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ റെഡ് കളർ ബാൻഡുള്ള ലോക്കോസ് എല്ലാം കവച്ച് ഫിറ്റഡ് ലോക്കോസാണ്. അതാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഞാൻ നോക്കിയിട്ടൊരു കോയിൻസിഡൻസ് അതാണ്. അങ്ങനെ റെഡ് ബാൻഡുള്ള ലോക്കോസ് എല്ലാം കവച്ച് ഫിറ്റഡ് ലോക്കോസാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് ഞാൻ മെസ്സേജ് ഇടാം കേട്ടോ. കൂടുതൽ അന്വേഷിച്ചിട്ട് ഞാൻ കമൻറ്റ് ടൈറ്റിലിടാം. ഒരു പഴയ ടൈപ്പ് AC ചേർക്കാറ്. ഇതായി വരുന്നതാണ് നമ്മുടെ കോച്ച് D1. ഡാർക്ക് ബസ് പോലത്തെ സീറ്റാണ്. എനിക്ക് കിട്ടിയതാണ് മിഡിൽ സീറ്റും കൂടിയാണ്. അപ്പോൾ അവർ കാണിച്ച സ്ഥലമൊക്കെ കഴിഞ്ഞ് പതിപോലെ മുന്നോട്ട് പോയി. വണ്ടി നിൽക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് 094007 D1 തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, ആലപ്പുഴ. കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ആയിട്ടാണ് ഇപ്പോൾ ഓടുന്നത്. കോച്ചിന് ഉള്ളിലേക്ക് പതിവൊക്കെ കയറിയേക്കാം. അപ്പോൾ അങ്ങനെ 6:18 നമ്മൾ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. കൊച്ചുവേളി ഇൻഡോർ, അതായത് തിരുവനന്തപുരം നോർത്ത് ഇൻഡോർ സൂപ്പർ ഫാസ്റ്റും അതേ സമയത്ത് 6:18 ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിവിടം വരെ കൊണ്ടുവന്ന നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ്സും ഒരുമിച്ച് ഇതേ സമയത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പാലക്കാട് എക്സ്പ്രസ്സിന് പിടിച്ചിട്ട് ലേറ്റാക്കി, പാലക്കാട് എക്സ്പ്രസ്സും ഇറങ്ങുന്നുള്ളൂ. അത് പിടിച്ചിട്ട് ലേറ്റാക്കാന്ന് പറയുന്നത് ബേസിക്കലി കന്യാകുമാരി പൂനെ എക്സ്പ്രസ് മാന്നന്നൂർ കടന്ന് അത് ഒറ്റപ്പാലത്ത് എത്തിയാൽ പാലക്കാട് പാസഞ്ചറിന് ഇവിടെ നിന്ന് ഒരു പുറപ്പെടാൻ സമ്മതിക്കുള്ളൂ. എനിക്കൊന്ന് ഇന്നത് ലേറ്റ് ആയിരുന്നു തോന്നുന്നു. ഈ കാണുന്ന ഹട്ടും ഈ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത് റോളിംഗ് ഇൻ റോളിംഗ് ഔട്ട് ഇൻസ്പെക്ഷനാണ്. അതായത് ബേസിക്കലി റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ കയറി വരുന്ന സമയത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഇറങ്ങി പോകുന്ന സമയത്തും
ട്രെയിനിൻ്റെ അണ്ടർ കാരിയേജിൽ, ബോഗിയുടെ അടിയിൽ, ബോഗിയുടെ അടിയിലല്ല കോച്ചിൻ്റെ അടിയിലും ബോഗിയിലും അതുപോലെ ആക്സിലിനും എന്തെങ്കിലും തകരാറുകളോ അബ്നോർമാലിറ്റീസോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഇൻസ്പെക്ഷനാണ് റോളിംഗ് ഇൻ റോളിംഗ് ഔട്ട് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റേഷനുള്ളിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന റോളിംഗ് ഇന്നും സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ റോളിംഗ് ഔട്ട് ഇൻസ്പെക്ഷനാണ് ചെയ്യുന്നത്. സാധാരണ CNWയുടെ ഓഫീസുള്ള എല്ലാ സ്റ്റേഷനുകളിലും റോളിംഗ് ഇൻ റോളിംഗ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തോട്ടിറങ്ങുന്നു. നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന് വിട്ട പാലക്കാട് പാസഞ്ചറാണ് അപ്പുറത്ത് കൂടെ പുറത്തോട്ടിറങ്ങുന്നത്. പാരലൽ റണ്ണാണ് 2 വണ്ടികളുണ്ട്. ഡോർ ഓക്യുപ്പൈഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയ ഉടനെ മിക്കവാറും നമ്മൾ മറ്റേ പാസഞ്ചറിനെ ക്രോസ് ചെയ്യും. തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചർ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു. ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ യാത്ര ഞാൻ ചെയ്യുന്നത് നവംബർ മാസത്തിൽ 7-ാം തീയതിയാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും മിക്കവാറും ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയോ. കാരണം ഇതിനെക്കാട്ടും പ്രയോറിറ്റിയുള്ള മറ്റ് വീഡിയോസ് ഉള്ളതുകൊണ്ട് ആ പ്രയോറിറ്റിയുള്ള വീഡിയോസിന് ഫ്രണ്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശകലം ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്താ ലുക്കല്ലേ. അങ്ങനെ ഭാരതപ്പുഴ പാലത്തിലേക്ക് കടക്കുന്നു. ഹായ്, ബ്യൂട്ടിഫുൾ. ഇവിടെയൊക്കെ കഴിഞ്ഞ നല്ല ശക്തമായ മഴയുണ്ടാകുന്ന സമയത്ത് വെള്ളം കയറിയതാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തെ സൈഡിൽ പുതിയ പാലത്തിന് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് കവർ ചെയ്യാം. ഈ പാലം കിടക്കുമ്പോൾ പാലത്തിൻ്റെ ശബ്ദത്തിനെക്കാട്ടും കൂടുതൽ ഈ സൈഡിലുള്ള സൈഡ് റെയിൽസിൻ്റെ ശബ്ദമാണ്, സൈഡ് വാക്ക്വേയുടെ ശബ്ദമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്കും തിരുവനന്തപുരം ഡിവിഷനിലേക്കും പ്രവേശിക്കുകയാണ്. കറക്റ്റ് അത് TT നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാനും വരുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചർ കിടക്കുന്നുണ്ട്. വായിക്കാൻ പറ്റില്ല, വാപ്പ് 4 ആയിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ ഇരുട്ടി തുടങ്ങി. നമ്മൾ ഇരുട്ടി തുടങ്ങിയല്ല, ഇരുട്ടായി. ഈ ഇരുട്ടാനൊന്നുമില്ല. നമ്മൾ വള്ളത്തോൾ സ്റ്റേഷനിലേക്ക് എത്തും. മിക്കവാറും അവിടെ വെച്ച് കേരള ക്രോസിങ് സാധ്യതയുണ്ട്, കേരള എക്സ്പ്രസ്സിന്. അതുകൊണ്ടൊന്ന് കാണിച്ചിട്ട് നിർത്താമെന്ന് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്റ്റേഷൻസ് കണ്ട് പോകും. അപ്പോൾ നമ്മളങ്ങനെ വള്ളത്തോൾ സ്റ്റേഷനിൽ കയറുക. ഓപ്പോസിറ്റ് സൈഡിൽ കേരള എക്സ്പ്രസ് വരുന്നുണ്ട്. ലൈറ്റ് കാണാം. അല്ല, അത് നമ്മുടെ ലോക്കോടൊന്നും ലൈറ്റ് ആയിരുന്നു തോന്നുന്നു. ലൈറ്റ് കണ്ടു, കറക്റ്റ് കേരള എക്സ്പ്രസ് കയറി വരുന്ന കാണാം. അങ്ങ് റൈറ്റ് സൈഡിൽ ദൂരെ കാണുന്ന പച്ച നമുക്കുള്ള സ്റ്റാർട്ടറാണ് കേട്ടോ. കാരണം വള്ളത്തോൾ നഗർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പച്ച തിരിച്ചു പിടിച്ചിരിക്കുക, നമുക്ക് മാത്രം കാണുന്ന പോലെ. കാര്യം കേരളയ്ക്ക് പച്ചയില്ല, കേരളയ്ക്ക് റെഡാണ്. കേരള ഇവിടെ നിൽക്കുന്നത് 3
57,600 സംതിങ് ആയിരുന്നു. ലോയപ്പുറത്തിന് ലോക്കുമായിരുന്നു. തൃശ്ശിവപേരൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഒരുപാട് പേര് ആൾക്കാർ ഇറങ്ങാനുണ്ട്. നമ്മുടെ ഡോറ് കിട്ടിയില്ല. പ്ലാറ്റ്ഫോം നമ്പർ 2 കാണുന്ന തിരക്ക് മിക്കവാറും തിരക്കും നമ്മുടെ ആലപ്പുഴ കണ്ണൂർ ഇൻ്റർസിറ്റിക്കും അതുപോലെ പുറകെ വരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിനും ഉള്ളതാണ്. സമയം 6:56 ആയതേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം ടൈം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം സൈഡ്. അത്യാവശ്യം നല്ല തിരക്കിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പോൾ പച്ചയായി. അപ്പോൾ ഇനിയിപ്പോൾ വലിയ താമസമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. തൃശ്ശൂർ സ്റ്റേഷൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും കാണിക്കാണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. കാര്യം എൻ്റെ നഗരമാണ് തൃശ്ശൂർ. എൻ്റെ നഗരമാണ് തൃശ്ശൂർ എന്ന് ഞാൻ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ യാത്രകൾ തുടങ്ങിയിരിക്കുന്ന തൃശ്ശൂരിൽ നിന്നാണെന്ന് മാത്രമേ അർത്ഥമാക്കത്തുള്ളൂ കേട്ടോ. കാര്യം എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാർ തൃശ്ശൂരുമല്ല എറണാകുളം അല്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ കണ്ണൂർ ഇപ്പോൾ വരുന്ന അനൗൺസ്മെൻ്റ് ഒന്നായിരുന്നു. അവിടെ എന്തോ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ കണ്ണൂർ ഇൻ്റർസിറ്റിയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയാണ് എൻ്റെ സ്വദേശമായ കൊടുങ്ങല്ലൂർ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. നമുക്ക് ആ സ്റ്റേഷൻ കൂടെ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ വന്ദേ ഭാരതിന് ഒരു ചാലക്കുടിയൊക്കെ വെച്ച് ക്രോസ് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷേ വന്ദേ ഭാരത് ഇപ്പോൾ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിക്കവാറും അതിനെ ഇരുട്ടത്ത് എവിടെയെങ്കിലും ക്രോസ് ചെയ്യും. ചാലക്കുടി വെച്ച് ക്രോസ് ചെയ്യുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇത് എറണാകുളം വരെ പോകുന്ന ട്രെയിൻ ആയിട്ടും കൂടി, അതായത് എറണാകുളം വരെ പോകുന്നുള്ളൂ, എന്നിട്ടും കൂടി അത്യാവശ്യം ആൾക്കാരുണ്ട് കയറാൻ. നമുക്കൊരു ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കയറാം. ഇരിങ്ങാലക്കുടയല്ല, ഇവിടെയൊക്കെ പുതിയ ബെഞ്ചുകൾ പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഇരിങ്ങാലക്കുട. നമ്മുടെ സ്റ്റാർട്ടറായി. നമ്മൾ നിർത്തി നമ്മുടെ സ്റ്റാർട്ടർ മാറി. ഞാൻ തിരിച്ച് കയറണം. അപ്പോൾ ഇരിങ്ങാലക്കുട നിന്ന് വിട്ടു. ഇനി കൃത്യം 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റോപ്പാണ് ചാലക്കുടി. സത്യം പറഞ്ഞാൽ ഇരിങ്ങാലക്കുടയും ചാലക്കുടിയും രണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. കാര്യം ഇവിടുന്ന് ബൈ റോഡ് ചാലക്കുടിക്ക് പോകാനും വലിയ ദൂരമൊന്നുമില്ല. കാര്യം ഇത് ഇരിങ്ങാലക്കുട എന്നാണ് പേരെന്നുണ്ടെങ്കിലും കല്ലേറ്റിങ്കരയാണ് സ്ഥലം. അപ്പോൾ ഇവിടുന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് പോകാനും ചാലക്കുടിക്ക് പോകാനും ഏകദേശം ഒരു ദൂരം തന്നെയാണ്.
അപ്പോൾ അത് വളരെ വളരെ പെട്ടെന്ന് നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കലാഭവൻ മണിയുടെ സ്വന്തം ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും അമൃത് ഭാരത് വർക്കുകൾ നടക്കുന്നുണ്ട്. അമൃത് ഭാരത് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. കണ്ട പുതിയ കൊടിമരമൊക്കെ വന്നു, അപ്പോൾ ഒരു ആർച്ച് വന്നു. ഇവിടെ പ്ലാറ്റ്ഫോമിന് അടിയിൽ ഈ സാധനം വന്നുകൊണ്ട് ACP ക്ലാഡിങ് വന്നു. അതൊരു അനാവശ്യ പണിയാണെന്നുണ്ടെങ്കിൽ അവരതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ്റെ അമൃത് ഭാരത് വർക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ACP ക്ലാഡിങ് ആണ്. ഏഴ് 33 എത്തി. സ്റ്റാർട്ടർ റെഡാണ്. ആ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നതിനോട്. അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ചയായി. അപ്പോൾ അങ്ങനെ ചാലക്കുടിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് അങ്കമാലിയാണ്. അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ ആലുവ, എറണാകുളം ടൗൺ, എറണാകുളം ജംഗ്ഷൻ. 8:50 എറണാകുളം ജംഗ്ഷനിൽ അറൈവൽ ടൈം. കുറച്ച് നേരത്തെ കൊള്ളായിരുന്നു. ഈ കടന്നുകൊണ്ട് കുട്ടിയവൻ ആരാന്ന് പ്രത്യേകിച്ച് പറയണല്ലോ അല്ലേ. 20632 തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരതാണ്. പതിവ് പോലെ ലേറ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ അങ്കമാലി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതല്ല ശരിക്കുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം. ഇത് കഴിഞ്ഞാണ് ഒരു ലെവൽ ക്രോസ് വരും. ആ ലെവൽ ക്രോസ് കഴിഞ്ഞിട്ടാണ് പ്ലാറ്റ്ഫോം ശരിക്കും തുടങ്ങുന്നത്. ഇതും പ്ലാറ്റ്ഫോം തന്നെയാണ്. നീളമുള്ള കോച്ചുകൾക്ക് ഇവിടം വരെ വരും. കാര്യം 21ാമത്തെ കോച്ച് ഇവിടെ വരിക. അപ്പോൾ ഈ ട്രെയിനടക്കം ഉള്ള വണ്ടികളുടെ അവിടം വരെ വരും കോച്ച്. അതിന് നടുക്കായിട്ടൊരു ലെവൽ ക്രോസ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോയാലേ ലെവൽ ക്രോസ് തുറക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടുന്ന് പുറപ്പെടുന്ന വരെ ലെവൽ ക്രോസ് ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ നിന്നൊക്കെ നമ്മുടെ വണ്ടിയിലൂടെ കയറാൻ പയ്യന്മാർ കാത്ത് നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി ചിലപ്പോൾ എറണാകുളത്തുനിന്ന് ഏതെങ്കിലും ബംഗാൾ വണ്ടി കാണുമായിരിക്കും. അല്ലെങ്കിൽ വിവേക് എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടിയുള്ള ടീംസ് ആയിരിക്കും. അതിന് അങ്കമാലി സ്റ്റോപ്പില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. സമയം 7:49. ഇവിടെയും അമൃത് ഭാരത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അങ്കമാലിയിലെത്തി. ഇനി നമുക്ക് ആലുവയും എറണാകുളം ടൗണും 2 സ്റ്റോപ്പും കൂടെയുള്ളത്. അതിന് മുമ്പ് നമ്മുടെ എയർപോർട്ട് പാസ് ചെയ്യും. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇറങ്ങി. മലബാർ സൈഡിൽ നിന്നൊക്കെ ഫ്ലൈറ്റൊക്കെ പിടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടബിളാണ് ഈ സ്റ്റേഷൻ. നമ്മൾ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു 7:45, 8 മണിയാകുമ്പോഴേക്കും വന്നിറങ്ങും. ഇപ്പോൾ പുറത്തിറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി. എനിക്കൊന്നൊരു മാക്സിമം 200-250 രൂപ വരുമായിരിക്കും ഓട്ടോറിക്ഷയ്ക്ക്. ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് എയർപോർട്ടിലെത്താം. അങ്കമാലി അപ്പോൾ നമ്മളങ്ങനെ അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ടു. സ്റ്റോപ്പൊക്കെ വളരെ പെട്ടെന്ന് നിർത്തിയെടുക്കുക കേട്ടോ, അല്ലാണ്ട് ഒരുപാട് സമയമൊന്നുമില്ല. നമ്മൾ ഇതുവരെ നിർത്തിയതിൽ ലൂപ്പ് ലൈനിൽ വന്ന ഏക സ്റ്റോപ്പ് ഇതായിരുന്നു. മറ്റേ ഇതിനു മുമ്പ് നമ്മൾ നിർത്തിയ എല്ലാം മെയിൻ ലൈനായിരുന്നു. തൃശ്ശൂർ മെയിൻ ലൈനായിരുന്നു, ഇരിങ്ങാലക്കുട, ചാലക്കുട എല്ലാം മെയിൻ ലൈനായിരുന്നു. ഇത് ലൂപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങാൻ കുറച്ച് സമയം പോയി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റോപ്പ് ആലുവ വീണ്ടും മെയിൻ ലൈനാണ്. അത് കഴിഞ്ഞ് എറണാകുളം ടൗൺ ഒരു വൃത്തികെട്ട ലൂപ്പ് ലൈനാണ്.
പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കൊച്ചി എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഏകദേശം ഇവിടെ ആയിട്ടാണ് പുതിയ നെടുമ്പാശ്ശേരി ഹോൾട്ട് സ്റ്റേഷൻ വരാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് യാത്രകളായിട്ട് നമുക്ക് ഇതുവഴി പോകുമ്പോൾ ഫ്ലൈറ്റുടെ ലാൻഡിങ്ങോ ടേക്ക് ഓഫ് ഒന്നും നമുക്ക് കിട്ടാറില്ല. ഇപ്പോഴും അവിടെ ഒരു എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ടാക്സി എന്ന് തുടങ്ങിയിട്ടുള്ളൂ. ടാക്സി അല്ല, പുഷ് ബാക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ടാക്സിയും പോലും തുടങ്ങിയിട്ടില്ല. അതിന് എപ്പോൾ പോയി എപ്പോൾ ലാൻഡ് ചെയ്യും. പക്ഷേ ഏതൊരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. ദൂരെ നിങ്ങൾക്ക് ഒരു വെളിച്ചം കാണാൻ പറ്റുന്നുണ്ടാവും റൺവേയുടെ മുകളിലായിട്ട്. അതൊരു എയർക്രാഫ്റ്റ് അപ്രോച്ച് ചെയ്യുന്നതാണത്. അപ്പോൾ നമ്മളങ്ങനെ കൊച്ചി എയർപോർട്ട് പാസ്സായി. ഇനി അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആലുവയിലെത്തും. ചൊവ്വര സ്റ്റേഷൻ. അപ്പോൾ നമ്മളങ്ങനെ ആലുവയിലേക്ക് എത്തി. ആലുവ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലുവ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സ്റ്റോപ്പും കൂടിയേ ഉള്ളൂ, എറണാകുളം ടൗണും. അത് കഴിഞ്ഞ് നമ്മൾ എറണാകുളം ജംഗ്ഷനിലേക്ക് പോയി കയറും. അപ്പോൾ സമയം 8:07. അപ്പോൾ സമയം ഇപ്പോൾ 8:06. 8:50 നമ്മുടെ എറണാകുളം ജംഗ്ഷനിലെ കറക്റ്റ് അറൈവൽ ടൈം. കറക്റ്റ് സമയമാകുമ്പോഴേക്കും കയറി ചെന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ യാത്ര എന്തിനാണെന്നറിയോ? നമ്മൾ ആക്ച്വലി നാളെ നമ്മുടെ എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്കുള്ള പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഫസ്റ്റ് റൈഡ് ഇനോഗ്രൽ റൈഡിന് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനോഗ്രൽ റൈഡിലൊരു കുട്ടി യാത്ര പോകാൻ വേണ്ടിയാണ് നമ്മൾ എറണാകുളത്തേക്ക് വരുന്നത്. പിന്നെ രാത്രി എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ 8 മണിക്ക് ഉള്ള ഇനോഗ്രലിൽ കയറി നമ്മൾ പോകും. അപ്പോൾ 8:08 നമ്മൾ ആലുവയിലെത്തി. ഒരുപാട് യാത്രക്കാർ ഇവിടെ ഇറങ്ങാണ്ട് കേട്ടോ. നമ്മുടെ കോച്ച് ഏറെക്കുറെ കാലിയായി. സിഗ്നൽ എപ്പോഴും റെഡാണ്. അപ്പോൾ അങ്ങനെ ആലുവയിൽ നിന്നും പുറപ്പെട്ടു. ഞങ്ങൾക്ക് ഒരു സ്റ്റോപ്പും കൊണ്ട് എറണാകുളം ടൗണ്. അതൊരു അനാവശ്യ സ്റ്റോപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം സൗത്ത് പോയി അവസാനിക്കുന്ന ഒരു വണ്ടിക്ക് എറണാകുളം ടൗൺ സ്റ്റോപ്പ് കൊടുക്കുന്നത് വളരെ അനാവശ്യമാണ്. പ്രത്യേകിച്ച് അതൊരു ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം കൂടി. അതൊരു മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. അതൊരു ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം കൂടി ആയതുകൊണ്ട് വെറുതെ കയറി ഇറങ്ങി സമയം പോകുകയെന്നല്ലാണ്ട് വേറെ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കോട്ടയം ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടിയാണ് സ്റ്റോപ്പെന്ന് വാദിക്കുന്നവർക്ക് വേണ്ടി കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ, അവർ ഏത് ട്രെയിനാണോ കണക്ട് ചെയ്യുന്നത് അത് ആലുവയിൽ നിർത്തും. ആലുവയിൽ നിന്ന് അവർക്ക് കയറാം. നോർത്തിൽ തന്നെ ഇറങ്ങിയാലേ കയറാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അതായത് എല്ലാവരും വീട്ടുപടിക്കൽ ട്രെയിൻ നിർത്തണം എന്നാണ്. അതൊരു ശരിയായ ആറ്റിറ്റ്യൂഡല്ല. അങ്ങനെ ആലുവ കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയായി. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനായിട്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണിക്കാൻ ഒരു നിർവാഹമൊന്നുമില്ല. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു ട്രെയിൻ നിൽക്കുന്നത്, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് നിൽക്കുക, മാർക്കർ ലാമ്പ് മാത്രം കാണാനുണ്ട്. ഇവിടെയും റോളിംഗ് ഇൻ റോളിംഗ് ഔട്ട് ഇൻസ്പെക്ഷൻ്റെ ലൈറ്റ് കാണാം. നല്ല ബ്രൈറ്റ് ലൈറ്റ്സാണ് അവർ വയ്ക്കുന്നത്. ആഹാ, ഓവർടേക്കും ഉണ്ട് ഇവിടെ. നമ്മളെ അല്ല, ഓപ്പോസിറ്റ് ലൈനിൽ കിടക്കുന്ന ട്രെയിനിന് വേറെ വണ്ടി ഓവർടേക്ക് ചെയ്തും പോകുന്നുണ്ട്. അടിപൊളി. ഒരു പിടിയും കിട്ടുന്നുണ്ട്. ഏതാ വണ്ടിയിൽ നിന്ന്? ഓഖ എറണാകുളം ഓഖ എക്സ്പ്രസ് ആണ് ഈ കയറി പോകുന്നത്. അപ്പുറത്ത് കിടക്കുന്ന ട്രെയിൻ ഏതാണോ? വലിയ ബോർഡാണ്. ഹിമസാഗറാണോ എന്നൊരു സംശയം. കാര്യം ഹിമസാഗർ ഇന്ന് ഓടുന്ന ദിവസമാണ്. സമയം 8:39. നമ്മുടെ എറണാകുളം ടൗണിൽ നിന്ന് ജസ്റ്റ് പുറപ്പെടുന്നു.
ഇവിടെ ഇറങ്ങി തിരക്കുണ്ടോ? ഈ തിരക്ക് മൊത്തം നമ്മുടെ ഈ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറങ്ങിയതാട്ടോ. കാര്യം എൻ്റെ അറിവിൽ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഉടനെ കോട്ടയം ഭാഗത്തോട്ടോ ഒന്നും പോകുന്ന വണ്ടികളില്ല. കാര്യം ബ്ലോക്കാണ്. എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവൻ വരുന്നവരെ മാംഗ്ലൂർ ട്രിവാൻഡ്രം 16348 വരുന്നവരെ ബ്ലോക്കാണ്. കോറിഡോർ ബ്ലോക്കാണ് മെയിൻ്റനൻസിന് വേണ്ടി. അതുകൊണ്ട് ഇതിനിടയ്ക്ക് എന്തായാലും പുറകെ വേറെ വണ്ടി ഒന്നും വരാനില്ല. ഏതെങ്കിലും വണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഡിലേഡ് ആയിട്ട് ഓടുന്നുണ്ടെങ്കിൽ മാത്രം, അതല്ലാണ്ട് വേറെ വണ്ടി ഒന്നും വരാനില്ല. കന്യാകുമാരിയിൽ നിന്നും പാലക്കാട് വഴി ജമ്മുതാവി ശ്രീമാത വൈഷ്ണോദേവി വരെ പോകുന്ന അപ്പോൾ അത് തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന വണ്ടി ഹിംസാഗർ എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ടൗൺ കഴിഞ്ഞു. ഞങ്ങൾക്കൊരു 10 മിനിറ്റും കൂടി ഉണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഓടി പിടിച്ചാൽ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ ഓൺ ടൈം ചെല്ലും. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് വരണം. കണ്ടിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 5-ലേക്കാണെന്ന് തോന്നുന്നു. 5 6 എന്തായാലും ഈറേക്ക് കയറില്ല. 6 ചെറിയ പ്ലാറ്റ്ഫോം, 6 ഈറേക്ക് കയറില്ല. പിന്നെ എന്തായാലും ഇത് 5 ആവാൻ സാധ്യതയുള്ളൂ. ഇതായിരുന്നു ലോക്കോ 37649 കൃഷ്ണരാജപുരത്തിൻ്റെ തിരുവനന്തപുരം നോർത്ത് മൈസൂരു ജംഗ്ഷൻ. ഇതെന്താണോ പ്ലാറ്റ്ഫോം 3 നടക്കുന്നത്? ഇതെല്ലാം സാധനം 1-ലെടുക്കുന്ന വണ്ടികളാണ്. പ്ലാറ്റ്ഫോം 1 എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഇതിവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് ആണ് പ്ലാറ്റ്ഫോം നമ്പർ 4. കോട്ടയം എറണാകുളം പാസഞ്ചറായിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ അത് രാത്രിയിൽ എറണാകുളം ജംഗ്ഷൻ കാരേക്കാൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ആയിട്ട് പോകും. ഇതിനൊരിക്കലും ഫുൾ ഡിസ്റ്റൻസ് യാത്രയും ചെയ്യുന്നത്. പണ്ടൊരിക്കൽ ഞാനിതിന് പാലക്കാട് കാരേക്കാൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഒരിക്കൽ നമുക്ക് എറണാകുളം ടു കാരേക്കാൽ ഫുൾ ഡിസ്റ്റൻസ് ഒന്ന് പോകാൻ വേണ്ടിയിരിക്കും. ഇത് തിരുവനന്തപുരം ഗുരുവായൂരും പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 എന്നും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 ഒന്ന് പോയി കണ്ടേക്കാം. എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ 1 പോകണം. ബാക്കി ഇനി ഇറങ്ങിയിട്ട് പറയാം. അപ്പോൾ നമ്മളങ്ങനെ കൃത്യം 8:50 ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുക എന്ന് പറയുന്ന ടാസ്ക്കാണ്. ഇറങ്ങുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല. കാരണം പാലത്തിന് നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ബ്രിഡ്ജ് വഴി പോകും. അതാകുമ്പോൾ നമ്മൾ മെയിൻ എക്സിറ്റിൻ്റെ അടുത്തെത്തും. അതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ കൃത്യം 8:50 നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തി. ഈ യാത്രയോട് അവസാനിക്കുകയാണ്. ഞാൻ എക്സിറ്റ് എടുക്കുന്നതിന് മുമ്പ്, ഞാൻ സൈൻ ഔട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് സൈൻ ഔട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 എന്താ സംഭവം നോക്കാൻ വേണ്ടി വന്നാൽ, പ്ലാറ്റ്ഫോം നമ്പർ 1 നാളത്തെ ഉദ്ഘാടനത്തിന്, അതായത് എറണാകുളം ബംഗളൂർ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ ഇത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 അടച്ചിരിക്കുന്നത്. ഇവിടെയാണ് നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിങ് വഴിയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നില്ല, ജസ്റ്റ് ഫ്ലാഗ് ഓഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നാളെ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിൻ്റെ കൂടെ ബനാറസ് ഖജുറാഹോ, ലക്നൗ സഹാരൻപൂർ, ഫിറോസ്പൂർ കൻ്റോൺമെൻറ്റ്, ഡൽഹി എന്നിങ്ങനെ മൊത്തം 4 വന്ദേ ഭാരതുകൾ നാളെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പന്തലാണ് ഈ കാണുന്നത്. റെഡി ആവുന്നുണ്ട്. അവിടെ വലിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഇവിടെയായിട്ട് നമ്മുടെ വന്ദേ ഭാരത് റേക്ക് വരും. അതുകൊണ്ടാണിത് പ്ലാറ്റ്ഫോം നമ്പർ 1 അടച്ചു കെട്ടി വെച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാ ട്രെയിനും 2 - 3 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമ്മുടെ ഈ യാത്ര നമുക്കിവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പം നാളത്തേക്കുള്ള ഉദ്ഘാടനത്തിലുള്ള കമാനൊക്കെ അതാ കയറി വെൽക്കം ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നിരിക്കുന്നു. ഫീഡ്ബാക്ക്, ഷെയർ, കമൻസ് ഒക്കെ രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ്, ഫ്യൂച്ചർ വീഡിയോസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UPI വഴി കോൺട്രിബ്യൂഷൻസ് അയക്കാവുന്നതാണ്. കാര്യം യൂട്യൂബ് ഇപ്പോൾ ഒരുപാട് കമ്മീഷൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കുന്ന കാശ് മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല. അതിൽ ഏകദേശം പകുതിയോളം യൂട്യൂബ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ UPI വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. UPI അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. ആക്ച്വലി നിങ്ങൾ അടുത്ത വീഡിയോ ആണ് ആദ്യം കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. So this is Binay Shankar signing off from Platform 7. See you again in the next video. Until then, bye-bye.